മുകേഷ് രാജിവെക്കില്ല എന്ന വാർത്ത വരുന്നു. AK സ്റ്റെഫിനുണ്ട് വിവരങ്ങളുമായി. സ്റ്റെഫിൻ, ഇത് നേരത്തെ പ്രതീക്ഷിച്ചതാണ്. കാരണം കേരളത്തിൽ ഇതുവരെ MLA മാർ രാജിവെച്ച ഇതുപോലുള്ള ആരോപണങ്ങളിൽ കേസുകളിൽ രാജിവെച്ച ഒരു കീഴ്വഴക്കമില്ല. CPM-ന്റെ ഒരു MLA ബലാത്സംഗ കേസിൽ പ്രതിയാവുന്നത് ആദ്യമായിട്ടാണ്. ആ വഴിക്ക് തന്നെ പോട്ടെ എന്ന് CPM വിചാരിക്കുകയാണോ? തീർച്ചയായിട്ടും അഭിലാഷ്, മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്നൊരു പരസ്യ നിലപാട് നേരത്തെ തന്നെ CPM എടുത്തിരുന്നു. അത് സംസ്ഥാന കമ്മിറ്റിയിലും ഇന്ന് ചർച്ചയായി. സംസ്ഥാന കമ്മിറ്റിയിൽ ആ കാര്യം ചർച്ച ചെയ്യാനെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം കൊല്ലത്ത് നിന്ന് അടക്കമുള്ള നേതാക്കളുടെ ഒരു അഭിപ്രായവും അല്ലെങ്കിൽ അവരുടെ ഒരു ഇതുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാനുള്ളൊരു വേദി കൂടിയാണ് സംസ്ഥാന കമ്മിറ്റി. അതുകൊണ്ട് തന്നെ അവരുടെ നിർദ്ദേശം കൂടി കേട്ട ശേഷമാണ് മുകേഷ് ഏതായാലും ഇക്കാര്യത്തിൽ രാജിവെക്കേണ്ടതില്ല എന്നൊരു. അപ്പോഴും സ്റ്റെഫിൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മുകേഷ് രാജിവെക്കണമെന്ന അഭിപ്രായവും ചിലർ ഉയർത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയാണോ? അങ്ങനെ അതെ, രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. അതായത് മാറി നിന്നുകൊണ്ട് അന്വേഷണത്തെ നേരിടണം എന്നൊരു അഭിപ്രായവും ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും സംസ്ഥാന കമ്മിറ്റി അല്ലെങ്കിൽ പാർട്ടി എത്തി നിൽക്കുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത് മുകേഷ് രാജിവെക്കേണ്ടതില്ല. കാരണം ഇത്തരത്തിൽ മുകേഷ് പാർട്ടി ആദ്യഘട്ടത്തിൽ തന്നെ ഈ കാര്യം അറിയിച്ചിരുന്നു. ഏതെങ്കിലും തരത്തിൽ പാർട്ടിക്ക് പ്രശ്നമുണ്ടെങ്കിൽ, പ്രതിസന്ധി ഉണ്ടെങ്കിൽ മാറി നിൽക്കാമെന്നൊരു കാര്യം മുകേഷ് അറിയിച്ചിരുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ ഇതൊരു ബ്ലാക്ക് മെയിലിംഗ് പരാതിയാണ്. ആ ബ്ലാക്ക് മെയിലിംഗ് പരാതിയുമായി ബന്ധപ്പെട്ട് തന്റെ പക്കൽ തെളിവുകളുണ്ട്, ഇതൊരു കെട്ടിച്ചമച്ച പരാതിയാണ് എന്നുള്ള കാര്യം മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഒക്കെ തന്നെ മുകേഷ് നേരത്തെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നിയമ നടപടിയുമായി അല്ലെങ്കിൽ നിയമപരമായി തന്നെ ഇതിനെ നേരിടുക എന്നുള്ള ഒരു നിർദ്ദേശമാണ് പാർട്ടി മുകേഷിന് നൽകിയത്. അതുപ്രകാരമാണ് ഇന്നലെ തിരുവനന്തപുരത്ത് നിന്നും അദ്ദേഹം കൊച്ചിയിലേക്ക് അഭിഭാഷകനെ കാണാനൊക്കെയായി പോയത്. ഏതായാലും മുകേഷിന്റെ ഇക്കാര്യത്തിൽ സ്റ്റെഫിൻ ഇപ്പോൾ വലിയ പ്രതിഷേധം മുകേഷിനെതിരെയുണ്ട്. MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം സമരം നടത്തുന്നുണ്ട്. അതേസമയം തന്നെ പ്രതിപക്ഷത്തിന് അത് വല്ലാതെ പറയാൻ കഴിയില്ല. കാരണം 2 MLA മാർ പ്രതിപക്ഷ നിരയിൽ ആരോപണ വിധേയരായി, കേസിൽ പ്രതിയായി ഉണ്ട്. സമാനമായ കേസിൽ രാജിവെക്കുന്നത് കീഴ്വഴക്കമല്ല എന്ന ഒരു നിലപാടാണോ ഇക്കാര്യത്തിൽ CPM ഉയർത്തിപ്പിടിക്കുക? CPM-ന് ഏതായാലും ഇനി ഇതിൽ പ്രതിരോധം നിർത്തി മുന്നോട്ട് പോകാൻ കഴിയും. കാരണം കഴിഞ്ഞ ദിവസം ശശി തരൂരിന്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്നൊരു പ്രതികരണം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും വരികയാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന് അധികം ഈ കാര്യം പറഞ്ഞ് രാജി സമ്മർദ്ദവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനും കോൺഗ്രസിന് കഴിയില്ല. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് മുകേഷിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. അതോടൊപ്പം തന്നെ ആരോപണ വിധേയരായിട്ടുള്ള അല്ലെങ്കിൽ ഇതേ തരത്തിലുള്ള ലൈംഗിക അതിക്രമ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം നേരിടുന്ന 2 MLA മാർ കോൺഗ്രസിന് തന്നെ ഉണ്ട് എന്നുള്ളത് പ്രതിപക്ഷത്തിനും വെല്ലുവിളിയാണ്. എന്തായാലും മുകേഷ് രാജിവെക്കില്ല, മുകേഷിന്റെ രാജി വേണ്ടെന്ന് CPM തീരുമാനിക്കുന്നു. രാജിവെക്കുക, MLA സ്ഥാനം രാജിവെക്കുക എന്നുള്ളത് കീഴ്വഴക്കമില്ല എന്നുള്ളതാണ് CPM-ന്റെ ഇക്കാര്യത്തിലുള്ള നിലപാട്. അക്കാര്യത്തിൽ തീരുമാനമാകുന്നു. ഇനി തീരുമാനമാവേണ്ടത് മോഹൻലാൽ സംസാരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലാണ്. അത്